നമുക്ക് ചക്ക കൂട്ടാൻ വെച്ചാലോ. അപ്പോൾ ദാ ഇന്ന് ചക്ക കൂട്ടാനും കഞ്ഞിയാണ് സ്പെഷ്യൽ. അപ്പോൾ ഞാനെങ്ങനെ ചക്ക കൂട്ടാൻ വെക്കുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ദാ ഏട്ടനും അമ്മയാണ് ചക്ക നേരേക്ക് തരുന്നത്. അപ്പോൾ ചക്ക നേരേക്ക് നമുക്ക് പെട്ടെന്ന് വെക്കാമല്ലോ. അപ്പോൾ ദാ ചക്ക നേരേക്ക് തന്നു അവർ രണ്ടാളും. ഇനിയിപ്പോൾ ദാ ഞാൻ കുക്കറിക്ക് ചക്ക നേരേക്കിയത് ഇട്ടിട്ട് എനിക്ക് ആവശ്യമുള്ളതൊക്കെ ചേർക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർക്കുന്നുണ്ട്. ഇനി ഇതാ മുളക് പൊടി ആവശ്യത്തിന് നമുക്ക് എത്രത്തോളം എരിവ് വേണം അതിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ അപ്പോൾ ഇതാ 2 സ്പൂൺ ഇട്ടിടണു. കുറച്ച് എരിവ് ഇഷ്ടമാണ് ഇവിടെ, അപ്പോൾ അതിനനുസരിച്ച് എരിവ് ഇട്ടിടണു. പിന്നെ ഇതാ ഉപ്പും തന്നെ ആവശ്യത്തിന് ചേർക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാട്ടെ, അവനവൻ്റെ ഇഷ്ടമാണ് ഒക്കെ. അപ്പോൾ ഇതാ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് ഇതാ ഇനി വെള്ളം അത് വേവാനുള്ള വെള്ളം ഒഴിക്കണം. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പത്ത് വെക്കാം. ഇനി ഒന്ന് ഇളക്കിയിട്ട് അടുപ്പത്ത് വെച്ചാൽ ഒരു വിസിൽ വരിക വേണ്ടു. കുക്കറിൽ വെക്കൊണ്ട് വേഗം ആവും കേട്ടോ, അതാ അറിയുമ്പോഴേക്കാവും. അപ്പോൾ അതാ ഞാൻ ഇനി ഇത് അടുപ്പത്ത് വെച്ചാൽ പിന്നെ അതിലേക്ക് ഇനി അരയ്ക്കാനുള്ളത് നോക്കുക വേണ്ടുള്ളൂ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചു. ഇനി അരയ്ക്കാനുള്ള എടുത്തേക്കണം. അരയ്ക്കാനപ്പോഴേക്കും നാളികേരം ഒക്കെ ഏട്ടൻ പൊളിച്ച് ചിരവി വെച്ചിടണം. അപ്പോൾ ഇനി നാളികേരത്തിലേക്ക് ഞാൻ ചെറിയ ഉള്ളി അതുപോലെ വെളുത്തുള്ളി കുരുമുളക് ജീരകമൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ, അരയ്ക്കുന്നത്. ഇതാ ചെറിയ ഉള്ളി വെളുത്തുള്ളി കുരുമുളക് ജീരകം നാളികേരം ചേർത്ത് അരച്ചെടുക്കുകയാണിത്. നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ച് ഒരു വിസിൽ വരുമ്പോഴേക്ക് ഇതാവും. അപ്പോഴേക്ക് ഇത് അരയ്ക്കൂല കൂടി കഴിയുമ്പോഴേക്ക് നമ്മളെ ചക്ക വെന്ത് കിട്ടും. അപ്പോൾ ഇതാ അരക്കൽ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ നാളികേരം അരച്ച് വെച്ചു. അപ്പോഴേക്ക് ഇതാ നമ്മുടെ ചക്ക വെന്തു. ഒരു വിസിൽ വന്നാൽ മതിയല്ലോ, വെന്തു. ഇനി ഇതൊന്നുകൂടെ ഇളക്കുക വേണ്ടുള്ളൂ. കുത്തി ഉടക്കുക കൂടി വേണ്ട. കുക്കറിലാവുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇളക്കുമ്പോഴേക്ക് തന്നെ വെന്ത് നല്ല ഉടഞ്ഞ് കിട്ടിയിട്ടോ. അപ്പോൾ ഉടഞ്ഞപ്പോൾ ഞാനത് നാളികേരമൊക്കെ ഒഴിച്ച് ഒക്കെ ഉടച്ച് വെച്ചു. ഇനിയിപ്പോൾ ഇതൊന്ന് വറുത്തിടണം. അതിനിതാ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചു. എന്നിട്ട് കടുക് ഇട്ടു. കടുക് പൊട്ടിയപ്പോൾ കറിവേപ്പില ഇട്ടു. ഇനി വറുത്തിട്ട നമ്മുടെ ചക്ക എലിശ്ശേരി അടിപൊളിയായി സെറ്റായി. ഇനി നമുക്ക് കുറച്ച് നാളികേരം ഞാൻ ചിരവി വെച്ചിടണു. നാളികേരം ചിരവി വെച്ചതൊന്ന് വറുത്തിടുക കൂടി വേണം. അപ്പം നാളികേരം ചിരവിയത് വറുത്തിട്ടിട്ട് കൂടിയാണ് ഞാനിത് വെക്കുന്നത് കേട്ടോ. ചക്ക എലിശ്ശേരി ഇതാ നാളികേരം വറുത്തിടുകയാണ്. ഇതൊന്ന് കുറച്ച് നേരം എണ്ണയിലിട്ടിട്ടൊന്ന് വറുക്കട്ടെ. ഒന്നിട് മെല്ലെ ചെറുതായിട്ട് തീ കത്തിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ മെല്ലെ മൂപ്പിച്ച് വറുത്തെടുക്കണം നാളികേരം. അപ്പോഴേക്ക് ഇതാ ഏട്ടൻ വന്നിട്ട് ചക്ക ഉടഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതാ ഒന്നുകൂടി ഇങ്ങനെ കുത്തി ഉടയ്ക്കാൻ നിൽക്കുകയാണ്. പക്ഷേ നേരെ ഉടഞ്ഞെണ്ണു. എന്നാലും ഒന്നുകൂടി ഇങ്ങനെ എവിടെയെങ്കിലും ഉടയാത്തുണ്ടോ എന്നൊക്കെ ചോദിച്ച് കുത്തി ഉടയ്ക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ഇതാ ഞാൻ നാളികേരമൊക്കെ ഇതാ വറുത്തു. അതിൽ ഇടാനുള്ളത് നാളികേരം വറവ് ആയി. അപ്പം നമ്മൾ ഇതിൽ എന്തൊക്കെ ചേർത്തെന്നറിയില്ലേ? മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് നാളികേരം വറുത്തത് ചേർക്കുന്നുണ്ട്. അതുപോലെ നാളികേരത്തേക്ക് ജീരകം വെളുത്തുള്ളി കുരുമുളക് ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ടാണ് അരച്ചിട്ടത് ആദ്യം. ഇനി ഇതാ നാളികേരം വറുത്തത് ഇതിൽ ചേർത്തു. അപ്പം നമ്മുടെ ചക്ക കൂട്ടാൻ സെറ്റായി. ഇനി ഇതൊന്ന് ഇളക്കി റെഡിയായിട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു ചക്ക കൂട്ടാനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വെച്ച് നോക്കൊണ്ടു. ഇതുപോലെയൊക്കെ നിങ്ങൾ വെക്കുന്നുണ്ടാവും. എന്നാലും ഞാൻ വെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ചക്കക്കൂട്ടാൻ റെഡിയായി. ഇതാ നമ്മൾ കഴിക്കാതിരിക്കുകയാണ് കേട്ടോ, ചക്കക്കൂട്ടാൻ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലായിട്ട് ചക്കക്കൂട്ടാനും കഞ്ഞിയാണ്. ഇവിടേക്ക് ചക്കക്കൂട്ടാനും കഞ്ഞി എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്, ഏട്ടനും ഇഷ്ടമാണ്, അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അമ്മയ്ക്ക്
വെറും ചക്കക്കൂട്ടാൻ മാത്രമാണ് കഴിക്കാറ്, കഞ്ഞി അങ്ങനെ കഴിക്കാറില്ല. നമുക്ക് ചക്കക്കൂട്ടാൻ മാത്രമാണ് ഇഷ്ടം. ചക്ക കൂട്ടാൻ വായ വേഗം കൂട്ടാൻ മാത്രം കഴിക്കും. ഞാനങ്ങനെയല്ല, കൂട്ടാനും കഞ്ഞി കൂടിയും ചേർത്തിട്ടാണ് കഴിക്കുക. അടിപൊളിയാണ്, ടേസ്റ്റ് കേട്ടോ, സൂപ്പറാണ്. അപ്പോൾ അത് കഴിച്ച് നോക്കിയാൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും വെച്ച് നോക്കുകൊണ്ടു. അപ്പോൾ ഞാൻ ഏട്ടനോട് പറയുക സൂപ്പറല്ലേ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ ഏട്ടൻ പറയും ഞാനല്ല വെച്ചത്, പിന്നെ സൂപ്പറാവാതിരിക്കുമോ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൽ അടിപൊളി ആയിരുന്നു. ചക്ക കൂട്ടാനൊക്കെ സൂപ്പറാണ്. അപ്പോൾ നിങ്ങളൊക്കെ വെച്ച് നോക്കൊണ്ടു. അപ്പോൾ അതാ എൻ്റെ രണ്ട് മക്കൾക്കും അതുപോലെ നല്ല ഇഷ്ടമാണ് ചക്ക കൂട്ടാനും കഞ്ഞി, അതുപോലെ ചെറുപയറും കഞ്ഞി. അപ്പോൾ ഒക്കെ ഞങ്ങൾ രാവിലെ അങ്ങനെ വെക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. ചായക്ക് കടിയൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ എങ്ങോട്ടേലും പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ചെറുപയറും കഞ്ഞിയാണ് വേഗം വെക്കുക കേട്ടോ. അപ്പോൾ കടിയൊന്നും ഉണ്ടാക്കാൻ നിൽക്കില്ല, അങ്ങനെ പെട്ടെന്ന് ആവണമല്ല ഒക്കെ. അപ്പോൾ താങ്കൾക്ക് ഈ ചക്കക്കൂട്ടാനും കഞ്ഞിയും ഇതൊക്കെ ഇഷ്ടമായി, കൂട്ടാൻ വെച്ചതൊക്കെ ഇഷ്ടമായി എങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുകൊണ്ടു, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുകൊണ്ടു. അപ്പോൾ ഓക്കേ.